വായ്പ എടുത്തവർക്ക് ആശ്വാസമായി റിസർവ് ബാങ്കിന്റെ സുപ്രധാന തീരുമാനം. റിപ്പോ നിരക്ക് 0.5% കുറച്ചു. ഇതോടെ ഭവന വാഹന വായ്പകളുടെ അടക്കം പലിശ ഭാരം കുറയും. തുടർച്ചയായി 3-ാം തവണയും ധനനയ സമിതി യോഗം പലിശ കുറയ്ക്കുന്നു. ഇത്തവണ 0.5% കൂടി കുറച്ചതോടെ റിപ്പോ നിരക്ക് 5.50% കുറഞ്ഞു. The reduction recommended by the MPC is for 50 basis points to 5.5%. This is with immediate effect. Consequently, the standing deposit facility rate, which is the STF rate, shall stand adjusted to 5.25%. കഴിഞ്ഞ 2 തവണയും 0.5% വീതമാണ് കുറച്ചത്. ഇതോടെ ബാങ്കുകൾ നൽകുന്ന വായ്പയുടെ പലിശയും ആനുപാതികമായി കുറയും. പൊതുവിൽ ഭവന വായ്പ 7% താഴെ എത്തിയേക്കും. രാജ്യത്ത് പണപ്പെരുപ്പം കുറഞ്ഞു നിൽക്കുന്നതാണ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് റിസർവ് ബാങ്കിനെ നയിച്ചത്. ഉപഭോക്തൃ വിലക്കയറ്റം 3.16%. ഗ്രാമമേഖലകളിൽ അതിലും കുറവ്. വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ RBI തീരുമാനം വഴിവെക്കും. GDP 6 വർഷത്തെ കുറഞ്ഞ നിരക്കിലാണ്. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ഉണർവ് നൽകേണ്ടതും പലിശ നിരക്ക് കുറയ്ക്കുന്നതിലേക്ക് നയിച്ചു. അധിക പണം റിസർവ് ബാങ്കിൽ നിക്ഷേപിച്ചാൽ ബാങ്കുകൾക്ക് ലഭിക്കുന്ന SDF പലിശ നിരക്ക് 5.25% കുറച്ചിട്ടുമുണ്ട്. SDFിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കുറയുന്നതോടെ ബാങ്കുകൾ കൂടുതൽ വായ്പകളും നൽകാൻ സന്നദ്ധരാകും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.